പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും അന്താരാഷ്ട്ര നയതന്ത്ര മേഖലയും ഒരേ സമയം പ്രതിസന്ധിയിലാഴ്ത്തി ഇറാനുമായി നിർണായകമായ ഒരു താൽക്കാലിക സമാധാന കരാറിൽ ഒപ്പുവെച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ ഇനി ഒരിക്കലും ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്ന കർശനമായ വ്യവസ്ഥയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൌസ് നൽകുന്ന ഔദ്യോഗിക വിവരം. എന്നാൽ ഈ പ്രഖ്യാപനം പുറത്തു വന്നതിന് പിന്നാലെ കരാറിലെ നിർണായക വിവരങ്ങൾ ഇപ്പോഴും കനത്ത അവ്യക്തതയായി തുടരുകയാണെന്ന ആക്ഷേപവും ശക്തമാണ്. ഒരു വശത്ത് ചരിത്രപരമായ നയതന്ത്ര വിജയമെന്ന് ട്രംപ് ഭരണകൂടം അവകാശപ്പെടുമ്പോഴും മറുവശത്ത് കരാറിന്റെ സുതാര്യതയെക്കുറിച്ചും വ്യവസ്ഥകളെക്കുറിച്ചും അന്താരാഷ്ട്ര നിരീക്ഷകരും മാധ്യമങ്ങളും ഒട്ടനവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഇറാന് ലഭിക്കാൻ പോകുന്ന സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള വാർത്തകളാണ്. കരാറിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ഇറാന്റെ തകർക്കപ്പെട്ട സമ്പദ് വ്യവസ്ഥയെ പുനർജീവിപ്പിക്കുന്നതിനായി ഏകദേശം $300 കോടി വമ്പൻ പുനർനിർമ്മാണ ഫണ്ട് US അനുവദിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഉപരോധങ്ങൾ മൂലം തകർന്നടിഞ്ഞ ഇറാൻ ഈ തുക വലിയൊരു ആശ്വാസമാകുമെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ ഈ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ കടുത്ത വിയോജിപ്പുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് രംഗത്തെത്തി. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി ട്രംപ് ഈ സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. ഡെമോക്രാറ്റുകൾ തന്നെ രാഷ്ട്രീയമായി തകർക്കാൻ വേണ്ടി ചമച്ചുണ്ടാക്കിയ ഒരു കെട്ടുകഥ മാത്രമാണിതെന്നാണ് ട്രംപ് ആരോപിക്കുന്നതും. ഇറാന് $300 ബില്യൺ നൽകുന്നുവെന്ന വാർത്ത വ്യാജമാണെന്ന് പറഞ്ഞ ട്രംപ് ഇറാൻ ആണവായുധ നിർമ്മാണം പൂർണ്ണമായും ഉപേക്ഷിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ മാത്രമാണ് ഊന്നൽ നൽകിയത്. എന്നിരുന്നാലും വാഷിംഗ്ടണിലെ ആഭ്യന്തര വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന പ്രാഥമിക ധാരണാപത്രത്തിന്റെ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കാണ്. ഇറാൻ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ വിവിധ അന്താരാഷ്ട്ര ബാങ്കുകളിൽ മരവിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവരുടെ സ്വന്തം ഫണ്ടുകൾ വിട്ടു നൽകാനും ഘട്ടങ്ങളായി ഉപരോധങ്ങളിൽ ഇളവ് നൽകാനും പുനർനിർമ്മാണത്തിനായി വലിയ തുക അനുവദിക്കാനും സാധ്യതയുണ്ടെന്ന് തന്നെയാണ് നയതന്ത്ര വിദഗ്ധർ കണക്കുകൂട്ടുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടം ഈ സാമ്പത്തിക ഇടപാടുകളെ പരസ്യമായി അംഗീകരിക്കാൻ മടിക്കുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ തിരിച്ചടി ഭയന്നാണെന്നും വിലയിരുത്തലുകളുണ്ട്. ട്രംപ് ഭരണകൂടം ഈ കരാറിനെ വലിയൊരു നയതന്ത്ര നേട്ടമായി ഉയർത്തിക്കാട്ടുമ്പോഴും ഇതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ അവരുടെ നയതന്ത്ര സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. പ്രധാനമായും 3 വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലുള്ളത്. ഇറാൻ ആണവ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നത് നിർത്തലാക്കിയോ എന്നും കരാർ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കാനുള്ള നിരീക്ഷണ ചുമതല ആർക്കാണ് നൽകിയിരിക്കുന്നത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഈ പ്രക്രിയയിൽ പങ്കാളിയാകുമോ അതോ US നേരിട്ടുള്ള പരിശോധന നടത്തുമോ എന്ന കാര്യവും നിഗൂഢമാണ്. ഇറാന്റെ നിലവിലുള്ള ആണവ ഗവേഷണ കേന്ദ്രങ്ങളും റിയാക്ടറുകളും എങ്ങനെ കൈകാര്യം ചെയ്യും? അവ പൂർണ്ണമായി പൂട്ടിക്കെട്ടുമോ അതോ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുമോ എന്നതിനെക്കുറിച്ചും ട്രംപിന്റെ സംഘം വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. കഴിഞ്ഞ വേനൽക്കാലത്ത് പശ്ചിമേഷ്യയിൽ നിലനിന്നിരുന്ന കടുത്ത യുദ്ധ സാഹചര്യത്തിൽ US സൈന്യം ഇറാന്റെ വിവിധ ആണവ നിലയങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. തകർക്കപ്പെട്ട ഈ നിലയങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ വലിയ തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒളിപ്പിച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അതീവ അപകടകാരിയായ യുറേനിയം ശേഖരം ആരാണ് നശിപ്പിക്കുകയെന്നതിലും അവ്യക്തത തുടരുകയാണ്. ആണവ പ്രശ്നത്തിൽ പെട്ടെന്നൊരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരുക എളുപ്പമല്ലെന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും സമ്മതിക്കുന്നു. ജൂൺ 19 വെള്ളിയാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവെക്കും. ഇതിനുശേഷമുള്ള 60 ദിവസത്തെ ചർച്ചകൾക്കൊടുവിൽ മാത്രമായിരിക്കും കരാറിന്റെ അന്തിമ രൂപം വ്യക്തമാവുക. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള പതിറ്റാണ്ടുകളുടെ ശത്രുത കണക്കിലെടുക്കുമ്പോൾ ഈ 60 ദിവസത്തെ കാലയളവ് അതീവ സങ്കീർണം നാടകീയത നിറഞ്ഞതുമായിരിക്കുമെന്നതിൽ സംശയമില്ല. കരാറിന്റെ ഔദ്യോഗിക പകർപ്പ് ഇതുവരെ പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ലഭ്യമായിട്ടുമില്ല. എന്നാൽ US വൈസ് പ്രസിഡന്റ് JD വാൻസ് ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് വൈറ്റ് ഹൌസ് ഈ ആഴ്ച തന്നെ കരാറിന്റെ പൂർണ്ണരൂപം പുറത്തുവിടുമെന്നാണ്. കരാറിലെ വ്യവസ്ഥകൾ ഇറാൻ പൂർണ്ണമായി നടപ്പിലാക്കുന്നത് വരെ അവർക്ക് ഒരു പൈസ പോലും ലഭിക്കില്ലെന്ന് ഇതിലൂടെ ഏവർക്കും ബോധ്യപ്പെട്ടു. എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലൂടെ ട്രംപിന്റെ നയതന്ത്ര ശ്രമങ്ങൾക്ക് വാൻസ് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. ട്രംപിനെ എതിർക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ നിരന്തരം തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടും സമാധാനം സ്ഥാപിക്കാനുള്ള പ്രസിഡന്റിന്റെ കഠിനാധ്വാനം അമേരിക്കൻ ജനതയ്ക്ക് വീണ്ടും വലിയ നേട്ടം സമ്മാനിച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. ഈ പുതിയ കരാറിനോടുള്ള ആഗോള പ്രതികരണങ്ങൾ തികച്ചും സമ്മിശ്രവും നാടകീയവുമാണ്. പശ്ചിമേഷ്യയിലെയും ആഗോളതലത്തിലെയും വിവിധ ശക്തികൾ ഈ നയതന്ത്ര നീക്കത്തെ
സമീപനത്തെ വ്യത്യസ്തമായ രീതികളിലാണ് നോക്കിക്കാണുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ കരാറിനെ സ്വാഗതം ചെയ്യുമ്പോഴും കടുത്ത ചില സൈനിക നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. US-ഇറാൻ സമാധാന കരാർ നിലവിൽ വന്നിട്ടുണ്ടെങ്കിലും ലെബനൻ, സിറിയ, ഗാസ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് നെതന്യാഹു കടുത്ത ഭാഷയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. മേഖലയിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ പൂർണ്ണമായി അടിച്ചമർത്തുന്നതുവരെ സൈനിക നടപടികൾ തുടരുമെന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഡൊണാൾഡ് ട്രംപും ഇറാൻ ഭരണകൂടവും തമ്മിലുണ്ടാക്കിയ ഈ പുതിയ ധാരണ പശ്ചിമേഷ്യയിൽ താൽക്കാലിക ഒരു യുദ്ധഭീതി ഒഴിവാക്കാൻ സഹായിച്ചേക്കാം. എങ്കിലും സാമ്പത്തിക സഹായത്തെക്കുറിച്ചുള്ള തർക്കങ്ങളും യുറേനിയം നശീകരണത്തിലെ അവ്യക്തതകളും ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും ഈ കരാറിന്റെ ഭാവിക്ക് വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നു. വരാനിരിക്കുന്ന 60 ദിവസത്തെ ഉഭയകക്ഷി ചർച്ചകൾ ആഗോള രാഷ്ട്രീയത്തിലെ ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ നയതന്ത്ര ചൂതാട്ടം യഥാർത്ഥ സമാധാനത്തിലേക്ക് നയിക്കുമോ അതോ പുതിയൊരു അന്താരാഷ്ട്ര പ്രതിസന്ധിക്ക് വഴി തുറക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ വൈറ്റ് ഹൌസ് പുറത്തുവിടാനിരിക്കുന്ന കരാറിന്റെ പൂർണ്ണ രൂപത്തെ ആശ്രയിച്ചിരിക്കുന്നു.